അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ നമ്മളെ കരിമീൻ തീറ്റ എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളതാട്ടാ. അപ്പൊ നമ്മളെ വീഡിയോക്ക് താഴെ കുറച്ച് സുഹൃത്തുക്കൾ കമന്റ് അടിച്ചിരുന്നു നിങ്ങൾ എന്ത് തീറ്റയാണ് കരിമീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യണത്. ഓക്കെ, എന്തായാലും കണ്ടോക്കി. ഷേപ്പ് നോക്കണം കേട്ടോ. ഷേപ്പ് നമ്മള് ആവശ്യത്തിന് അങ്ങോട്ടും കൂടെ ഷേപ്പ് ആക്കാം. ഈ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾ ഇന്നത്തെ വെറൈറ്റി തീറ്റയാണെന്നുള്ളത്. വെറൈറ്റി തീറ്റ അല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന തീറ്റ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ തീറ്റയാണ്. പിന്നെ അതിൽ കരിമീൻ തീറ്റ എന്നുള്ള കടകളിൽ കിട്ടുന്ന തീറ്റ ഉണ്ട്, അതിലും റിസൾട്ട് ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കണ്ടോക്കി എങ്ങനെ ഉണ്ടാക്കണമല്ലോ. ശരി, അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇതാണ്: മൈദ, പുണ്ണാക്ക്, അതുപോലെ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോ പുണ്ണാക്കിന് പകരം പെല്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് എന്നുള്ളത്. ആവശ്യത്തിനിതാ കുറച്ച് മൈദ എടുക്കുക. പുണ്ണാക്കാണിത്. പുണ്ണാക്കിന് പകരം പെല്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഇട്ടാ മതി. ഓവറായിട്ട് കഴിഞ്ഞാല് വെള്ളത്തില് നിൽക്കൂലട്ടോ തീറ്റ. നമുക്ക് വേണ്ടതാ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ. ഒക്കെ പാകത്തിനെ പറ്റുള്ളൂ. എല്ലാം അധികമായാല് പ്രശ്നമാണ്. ബിയാറ് പൊടിച്ച് വെള്ളം ഒഴിക്കുക പാകത്തിന്. ഓവറാകരുത്. ഓവറായാൽ വീണ്ടും മൈദ ആഡ് ചെയ്യേണ്ടി വരും. ആവശ്യത്തിന് തീറ്റ ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ തേട്ടാ തീറ്റ ഏകദേശം ആയി, കണ്ടില്ലേ? മീഡിയം ടൈറ്റ്, കണ്ടില്ലേ കേട്ടോ? പറ്റ ലൂസ് ആവാനും പാടില്ല, പറ്റ ടൈറ്റ് ആവാനും പാടില്ല. ഓക്കെ, പിന്നെ പെല്ലറ്റ് അതുപോലെ പുണ്ണാക്ക് ഓവർ ആവാൻ പാടില്ല. ഓവറായി കഴിഞ്ഞാൽ തീറ്റ നമ്മളെ ചൂണ്ടലിൽ നിൽക്കൂല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് തീറ്റ, കണ്ടില്ലേ?